ഹായ് ചങ്ങായിമാരെ, നമ്മളിപ്പോ സംഘികളെ ചാണകാടാൻ നിന്നെ നാർന്നെന്നെല്ലാം പറയുമ്പോ കുരുപൊട്ടി തെറി വിളിക്കുന്ന ചാണകങ്ങളെ കണ്ടിട്ടില്ലേ? അതാടാ നമ്മൾ ചാണകം തന്നെയാടാ, നമ്മളെ അച്ഛനാടാ ചാണകം, നമ്മളെ അമ്മയുടെ ചാണകം, നമ്മളെ വല്യമ്മയുടെ ചാണകം, നമ്മളെ കൊച്ചമ്മയുടെ ചാണകം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്ന ചാണകങ്ങളെ കണ്ടിട്ടില്ലേ? അവര് പറയുന്ന ചാണക സുഗന്ധമാണ്, ചാണകം നമ്മളെ ചോറാണ്, ചോറില്ലെങ്കിൽ കറിയാണ്, നമ്മളെ രാവിലത്തെ പ്രാതലാണ്, നമ്മളെ വൈകുന്നേരത്തെ കടിയാണ്. എന്തൊക്കെ പറയുന്നു ചാണകത്തിനെ പറ്റി. ചാണകം നമ്മൾ തേക്കും, ചാണകം നമ്മൾ തിന്നും, ചാണകത്തിൽ നമ്മൾ കുളിക്കും, ചാണകം അത്രയും മഹത്തരമാണെന്ന് പറഞ്ഞ സംഖ്യകളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിലൊരു മൂത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ ലോകസംഖ്യ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ചാണകം നാറുന്നു. ആരാ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളെ ശോഭ സുരേന്ദ്രൻജി. സംഖ്യകളാകെ മൂഞ്ചിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം നാറും. ഇത് മുൻ മന്ത്രി രാധാകൃഷ്ണൻ മനസ്സിലാക്കേണ്ടതാണ്. രാധാകൃഷ്ണൻ അല്ല മനസ്സിലാക്കേണ്ടത്, സംഘികളാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വലിയൊരു ചാണകം തന്നെ പറയുന്നത് ഇവരെ ചാരിയാൽ നാറുന്നു, മണക്കുന്നല്ല പറഞ്ഞിട്ടോ ശോഭാ സുരേന്ദ്രജി. ചാണകം ചാരിയാൽ ചാണകം നാറുന്നാ പറഞ്ഞേ. അതായത് ചാണകം നാറുന്നയാന്ന് ശോഭേജി എന്നെ ഉറപ്പിച്ച്. ശോഭേജി മിക്കവാറും ചാടേണ്ട പരിപാടി വന്നു. ഒന്നാമത് അധ്യക്ഷനാക്കുന്നില്ല. ഉള്ളി ഉണ്ടാകുമ്പോൾ ശോഭേജിനെ ചവിട്ടിത്താത്തിട്ട് ഇപ്പൊ ആണെങ്കിൽ ഏഷ്യാന്റെ മൊയലാളി വന്നു. മൊയലാളിക്കാണെങ്കിൽ ശോഭേജി പറഞ്ഞ മലയാളം അറിയില്ല, ശോഭേജി പറഞ്ഞ തെറിയും മനസ്സിലാകുന്നില്ല. പിന്നെ ശോഭേജി എന്താ ചെയ്യേണ്ടത്? മറ്റേ ഉള്ളിക്കാണെങ്കിൽ ശോഭേജി പറഞ്ഞ തെറിയെങ്കിലും മനസ്സിലാക്കും. ശോഭേജി ദേഷ്യം പിടിക്കുമ്പോൾ തെറി വിളിക്കലുണ്ട്, അത് മനസ്സിലാക്കും. ഇത് ഈ ചങ്ങായിക്കാണെങ്കിൽ ഈ മൊയലാളിക്കാണെങ്കിൽ ശോഭേജിന്റെ മലയാളം മനസ്സിലാവുക, അല്ല മലയാളികളെ മലയാളം മനസ്സിലാവുക, അല്ല കേരളത്തിനെ പറ്റി മനസ്സിലാകുന്ന ആളാണോ ഈ ചന്ദ്രശേഖരൻ? പിന്നെ ശോഭേജി എന്ത് ചെയ്യും? ശോഭിച്ച് മിക്കമാറി ഈ നാർന്ന ചാണകത്തിന് രക്ഷപ്പെടേണ്ട പരിപാടിയാന്ന് എനിക്ക് തോന്നുന്നുട്ടോ. അല്ലാണ്ട് ശോഭിച്ച് ഇങ്ങനെ പറയില്ല. ശോഭിച്ച് എന്താ പറഞ്ഞെന്ന് സംഖ്യകളെ ഇന്നും കൂടി നിങ്ങൾ കേട്ടോട്ടാ. ചാണകം ചാരിയാൽ ചാണകം നാറും, ചാണകം നാറും, നിങ്ങളെ നാറും. അതായത് ശോഭേച്ചി പറയുന്നത് ഇനി നിങ്ങളെ ചാരുന്ന പരിപാടി ഇല്ലാന്ന്. ശോഭേച്ചി പോകെന്ന് പോലും കേട്ടാ. ഇനിയിപ്പോ നമ്മളെ തെറി വിളിക്കാൻ നിൽക്കണ്ട. നിങ്ങളെ മെയിൻ നേതാവ് വനിതാ കുലസ്ത്രീയാന്ന് പറഞ്ഞിട്ടുള്ളത് ചാണകം ചാരിയ ചാണകം നാറുന്നു. പക്ഷെ ശോഭേച്ചിയുടെ തലയിലേക്ക് ചാണകമൊക്കെ മാറിയിട്ട് നല്ല വെളിച്ചങ്ങോട്ട് വരട്ടെ. അത്രയേ പറയാനുള്ളൂ, അത്രയേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്നാ പിന്നെ ശരി, സുലാൻ.